ശ്രീമദ് മഹാഭാഗവതം ചതുർത്ഥസ്കന്ധം അധ്യായം 20 നമ്മൾ ഇന്ന് തുടങ്ങുന്നത്. പൃഥു മഹാരാജാവിൻ്റെ യാഗവേദിയിലേക്ക് വിഷ്ണു ഭഗവാന്റെ പ്രത്യക്ഷപ്പെടൽ. ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെടുന്നതാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൽ കാണുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് പൃഥുവിൻ്റെ 100ാമത്തെ അശ്വമേധ യാഗത്തിന് ഭംഗം സംഭവിച്ചതാണ്. അപ്പോൾ ബ്രഹ്മദേവൻ്റെ ആദ്യം അതിന് ഭംഗം സൃഷ്ടിച്ച ഇന്ദ്രനെ വധിക്കാനാണ് പൃഥു ശ്രമിച്ചത്. അപ്പോഴേക്കും ബ്രഹ്മദേവനാണ് അത് തടഞ്ഞത്. അങ്ങനെ പാടില്ല, ഇന്ദ്രനെ വധിക്കാനുള്ള അർഹതയില്ല. ഒന്നാമത്തെ കാര്യം പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും ഒരേ ഭഗവാൻ തന്നെയാണ്. ഒരേ ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ 2 ശരീരരൂപത്തിലുള്ള അവതാരങ്ങളാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും ഒരാൾക്ക് മറ്റാളെ വധിക്കാനുള്ള അർഹതയില്ല, രണ്ടാളും ഒന്ന് തന്നെയാണെന്ന് പറഞ്ഞു. രണ്ടാമത്തത്, ദേവേന്ദ്രൻ എന്ന ആ സ്ഥാനത്തിരുന്നു കൊണ്ട് മറ്റെല്ലാ ദേവന്മാരുടെയും ദേവേന്ദ്രൻ്റെ ശരീരത്തിൻ്റെ ഭാഗമാണ്. അപ്പോൾ ദേവേന്ദ്രനെ വധിച്ചാൽ ഈ നടത്തുന്ന ഈ അശ്വമേധ യാഗത്തിൻ്റെ യജ്ഞത്തിൻ്റെ ഭോക്താക്കളായിട്ടുള്ള ഈ ദേവന്മാരാരും അവിടെ വരില്ല. അപ്പോൾ ഈ യജ്ഞത്തിന് അവിടെ തടസ്സം സംഭവിക്കും. പിന്നെ അടുത്ത കാരണം പറഞ്ഞത്, ഇനി വീണ്ടും വീണ്ടും ദേവേന്ദ്രനെ വധിക്കാനായിട്ട് പിന്തുടരുകയാണെങ്കിൽ അദ്ദേഹം തൻ്റെ ശക്തിയെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ, അധർമ്മങ്ങൾ ഇവിടെ വീണ്ടും വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ വരുമ്പോൾ ഈ ഭൂമിയിൽ ഇതുപോലെയുള്ള അധർമ്മികളായിട്ടുള്ള ആളുകൾ പെരുകും. അപ്പോൾ ദേവേന്ദ്രനെ കൊണ്ട് അങ്ങനെ ഒരു ദുഷ്കർമ്മം ഒരിക്കലും ചെയ്യിപ്പിക്കാൻ ഇത് ഇടയാവരുത്. അപ്പോൾ അദ്ദേഹത്തിനെ വെറുതെ വിടണം, അങ്ങ് അദ്ദേഹത്തോട് ക്ഷമിക്കണമെന്ന് ഇവിടെ ബ്രഹ്മദേവൻ പറഞ്ഞു കൊടുക്കുകയാണ് പൃഥു മഹാരാജാവിനോട്. സത്യം തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ രാജാവ് യജ്ഞത്തിന് ശേഷം അനുഷ്ഠിക്കേണ്ട സ്നാനം ചെയ്തുകൊണ്ട് ആ 100ാമത്തെ അശ്വമേധ യാഗം അവിടെ ചെയ്യാതെ അതിനെ അവസാനിപ്പിക്കുകയാണ് ഉണ്ടായത്. അപ്പോൾ എത്രയായാലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു മോഹം ഉണ്ടാവും അല്ലേ. 100 അശ്വമേധ യാഗം നടത്തണമെന്ന് ആഗ്രഹിച്ച് 99 പൂർത്തിയാക്കി 100ാമത്തേലാണ് ഈ തടസ്സം നേരിട്ടത്. അപ്പോൾ ചെറുതായിട്ട് ബ്രഹ്മാവിൻ്റെ നിർദ്ദേശം സ്വീകരിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചെറിയൊരു വിഷമം ഉണ്ടായിരുന്നു. ഇത് മനസ്സിലാക്കിയ സാക്ഷാൽ മഹാവിഷ്ണു അദ്ദേഹം എടുത്തത് വലിയൊരു ത്യാഗമാണ്. ഈ ഭൂമിയുടെ നിലനിൽപ്പിന് എല്ലാ പ്രജകളും നല്ല രീതിയിലാവാനൊക്കെ വേണ്ടിയിട്ട് തൻ്റെ ഈ ഒരു ആഗ്രഹത്തെ അദ്ദേഹം വേണ്ടാന്ന് വെച്ചു. ഇന്ദ്രനോടുള്ള ശത്രുതയും ദേഷ്യവും ഉപേക്ഷിച്ചു. അപ്പോൾ ആ ത്യാഗത്തിന് മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പൃഥു മഹാരാജാവിന് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണമെന്ന് ഉപദേശിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ശ്ലോകത്തിലേക്ക് കടക്കാം. ശ്ലോകം 1. മൈത്രേയ ഉവാച. മൈത്രേയ മഹർഷി വിതുരരോട് പറയാണ്, ഭഗവാൻ അഭി വൈകുണ്ഠഃ സാഗം മഖവതാ വിഭുഃ യജ്ഞൈഃ യജ്ഞപതിഃ തുഷ്ടഃ യജ്ഞഭുക് തം അഭാഷതഃ. ഭഗവാൻ അഭി വൈകുണ്ഠ, വൈകുണ്ഠവാസിയായ വൈകുണ്ഠത്തിൽ വസിക്കുന്ന ഭഗവാൻ ശ്രീ മഹാവിഷ്ണു സാഗം എന്ന് വെച്ചാൽ കൂടിയിട്ട്, മഖവത എന്ന് വെച്ചാൽ ദേവേന്ദ്രനോട് കൂടിയിട്ട്, വിഭു സർവേശ്വരനായ മഹാവിഷ്ണു, വൈകുണ്ഠവാസിയായ മഹാവിഷ്ണു ദേവേന്ദ്രനോടൊപ്പം യജ്ഞൈഹി, അതായത് പൃഥു മഹാരാജാവ് നടത്തിയ 99 അശ്വമേധ യജ്ഞത്തിൽ യജ്ഞപതി, എല്ലാ യജ്ഞങ്ങളുടെയും പതിയായിട്ടുള്ള ഈശ്വരനായിട്ടുള്ള മഹാവിഷ്ണു തുഷ്ടഃ, പൂർണ്ണ സംതൃപ്തനായി. 100ാമത്തത് ചെയ്യണ്ട, ഇതുവരെ ചെയ്ത 99 യജ്ഞത്തിൽ പൂർണ്ണ സംതൃപ്തനായിട്ട് യജ്ഞഭുക്ക്, ഈ യജ്ഞത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള ഭോക്താവായിട്ടുള്ള മഹാവിഷ്ണു തം അഭാഷത, ഇപ്രകാരം പൃഥുവിനോട് പറഞ്ഞു കൊടുത്തു എന്ന്, ഉപദേശിച്ചു കൊടുത്തു എന്ന്. അപ്പം പൃഥു മഹാരാജാവ് ചെയ്ത 99 യജ്ഞത്തിൽ പൂർണ്ണ സംതൃപ്തനായി, ഇനി 100ാമത്തത് ചെയ്യണ്ട. ആ സംതൃപ്തിയോടുകൂടി മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പൃഥു മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുകയാണ്, ഉപദേശിച്ചു കൊടുക്കുകയാണ് കാര്യങ്ങൾ. ശ്ലോകം 2. ശ്രീ ഭഗവാൻ ഉവാച. ഭഗവാൻ പറഞ്ഞു, ഏഷാ തേ അകാരശീത് ഭംഗം ഹയമേധ ശതസ്യ ക്ഷമാഭയതഃ ആത്മാനം അമൂഷ്യ ക്ഷന്തും അർഹസി. പറയാണ്, ഏഷാ ഈ ദേവേന്ദ്രൻ, തേ അങ്ങയുടെ, ഇപ്പം ഭഗവാൻ പറയുന്നത് പൃഥു മഹാരാജാവിനോടാണ് കേട്ടോ. അപ്പം ഈ വന്നിരിക്കുന്നത് ആരാ? മഹാവിഷ്ണുവിൻ്റെ അവതാരം തന്നെയാണ് പൃഥു. മഹാവിഷ്ണു അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഈ ദേവേന്ദ്രൻ തേ അങ്ങയുടെ ഹയമേധ ശതസ്യ 100ാമത്തെ അശ്വമേധ യാഗത്തിന് ഭംഗം അകാരിഷീത് വരുത്തിയത് ഞാൻ അറിഞ്ഞു. ഈ ദേവേന്ദ്രൻ അങ്ങയുടെ 100ാമത്തെ അശ്വമേധ യാഗത്തിന് തടസ്സമുണ്ടാക്കിയത് ഞാൻ അറിഞ്ഞു. എന്നാലും
ക്ഷമാഭയതഃ എന്ന് വെച്ചാൽ ക്ഷമ ചോദിക്കുവാൻ, ആത്മാനം അങ്ങയോട് ക്ഷമ ചോദിക്കുവാൻ, അമോഷ്യ എന്ന് വെച്ചാൽ അവൻ, ആ ദേവേന്ദ്രൻ ഇവിടെ എൻ്റെ കൂടെ എത്തിയിരിക്കുന്നു. ക്ഷന്തും അവനോട് ക്ഷമിക്കുവാൻ, അർഹസി അങ്ങ് അർഹനാണ് തീർച്ചയായിട്ടും. എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും. അപ്പോൾ മഹാവിഷ്ണു ആദ്യം പറഞ്ഞത് അങ്ങയുടെ 100ാമത്തെ അശ്വമേധ യാഗത്തിന് തടസ്സം സൃഷ്ടിച്ചു ഈ ദേവേന്ദ്രൻ എന്ന് ഞാൻ അറിഞ്ഞു. എങ്കിൽ പോലും അങ്ങയോട് മാപ്പ് ചോദിക്കുവാനായിട്ട് ദേവേന്ദ്രൻ ഇപ്പം എൻ്റെ കൂടെ വന്നിട്ടുണ്ട്. തീർച്ചയായും ഇന്ദ്രനോട് ക്ഷമിക്കാൻ അങ്ങ് അർഹനാണ്. ഇനി അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാനുള്ള കാരണമെന്ന് ഇനി 3ാമത്തെ ശ്ലോകം തൊട്ടിട്ട് ആ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമുക്കിങ്ങനെ കേൾക്കുമ്പോൾ തോന്നും ഭൂമിയിൽ ജീവിക്കുന്ന പൃഥു മഹാരാജാവിന് ഭഗവാൻ ആത്മതത്വത്തെ മഹാവിഷ്ണു ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ സ്വർഗത്തിൻ്റെ രാജാധിപതിയായിട്ടിരിക്കുന്ന ദേവേന്ദ്രന് എന്തുകൊണ്ട് ഇത് മനസ്സിലാവുന്നില്ല എന്ന്. മുക്തി എന്ന അവസ്ഥ ഭൂമിയിലിരിക്കുന്നവർക്ക് മാത്രമാണ് സാധ്യമായിട്ടുള്ളത്. മനസ്സിലായോ? ഇനി ഒരു തിരിച്ചുവരവ് ഇല്ലാത്ത വിധത്തിൽ ഈ ഭൗതിക ലോകത്ത് നിന്നുള്ള എല്ലാ സാമൂഹ്യ മാനസികമായ എല്ലാ തരത്തിൽ നിന്നുമുള്ള മുക്തി എന്ന് പറയുന്നത് മറ്റൊരു ലോകത്തു നിന്നും സാധ്യമല്ല, ഭൂമിയിൽ നിന്നും മാത്രമേ സാധ്യമാവുള്ളൂ. ദേവേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിൽ 100 അശ്വമേധയാഗം പൂർത്തിയാക്കിയ വ്യക്തി തീർച്ചയായിട്ടും പിന്നത്തെ ജന്മം ദേവലോകത്തിൻ്റെ അധിപതിയായ ദേവേന്ദ്രനായി ജനിക്കും. പക്ഷെ അത് മോക്ഷമല്ല. മനസ്സിലായ? ഈ ദേവന്മാരുടെ പ്രത്യേകത നിരവധി ആഗ്രഹങ്ങളും മോഹങ്ങളും മനസ്സിലൊതുക്കി അതിനെയൊക്കെ സുഖത്തോടുകൂടി ഈ സുഖങ്ങളൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നവരാണ് ദേവേന്ദ്രന്മാർ. ദേവന്മാർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭൂമിയിൽ അവർ ചെയ്ത പുണ്യകർമ്മങ്ങളുടെ സത്കർമ്മങ്ങളുടെ ഫലമായിട്ടാണ് അവർക്ക് സ്വർഗീയ ജീവിതം ലഭിക്കുന്നത്. അത് നമുക്കറിയാലോ. സ്വർഗത്തിൽ വന്ന് ഒരു ദേവനായിട്ട് അവർ ജനിക്കുന്നത് ഭൂമിയിൽ ചെയ്യുന്ന സത്കർമ്മങ്ങളുടെ പുണ്യത്തിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് ഇങ്ങനെ ഒരു ജന്മം ലഭിക്കുന്നത്. ദേവലോകത്തെ അധിപതിയായിട്ടൊക്കെ ദേവന്മാരായിട്ടൊക്കെ ജന്മം കിട്ടുന്നത്. പക്ഷെ അതൊരിക്കലും മുക്തിയല്ല എന്നുള്ളത് നമ്മൾ ഓർക്കണം. മനസ്സിലായ? ആ പുണ്യം തീരുന്നതോടുകൂടി തിരിച്ചു പോരുകയും ചെയ്യും. അതൊരിക്കലും മുക്തിയല്ല. അപ്പോൾ മുക്തി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഭൂമിയിൽ ജീവിക്കുന്നവർക്കാണ് മോക്ഷം പ്രാപ്യമുള്ളൂ. അതുകൊണ്ടാണ് ഭഗവാൻ പൃഥുവിന് ആ ആത്മതത്വത്തെ ഉപദേശിച്ചു കൊടുത്തത്. അതാണ് ഇനി കേൾക്കാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ദ്രനെ വധിക്കരുത് എന്ന് പറയുന്നതിൻ്റെ കാരണമാണ് പറയുന്നത് കേട്ടോ. ശ്ലോകം 3. സുധിയഃ സാധവഃ ലോകേ നര ഉത്തമഃ ന അഭിദ്രുഹ്യന്തി ഭൂതേഭ്യോ യർഹി ന ആത്മകളേവരം. സുധിയഃ നല്ല വിവേകമുള്ള ബുദ്ധി, അതായത് അറിവുള്ള വ്യക്തികൾ, സാധവഃ സത്പ്രവൃത്തികൾ ചെയ്യുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള നരോത്തമ എന്ന് വെച്ചാൽ നരന്മാരിൽ മനുഷ്യരിൽ ശ്രേഷ്ഠരായവർ. ഹേ നരദേവ എന്ന് വെച്ചാൽ ഇവിടെ പൃഥുവിനെയാണ് വിളിക്കുന്നത്. അല്ലയോ നരദേവ, ലോകേ ഈ ലോകത്തിൽ, ഭൂതേഭ്യഃ എന്ന് വെച്ചാൽ മറ്റൊരു ജീവജാലങ്ങൾക്കും ന അഭിദ്രുഹ്യന്തി ഒരു ദ്രോഹവും ചെയ്യില്ല അറിവുള്ളവർന്ന്. മനസ്സിലായോ? നല്ല സദ്ബുദ്ധിയുള്ളവർ അല്ലെങ്കിൽ വിവേകമുള്ളവർ, സത്പ്രവൃത്തി ചെയ്യുന്ന മനുഷ്യരിൽ ശ്രേഷ്ഠരായ വ്യക്തികളുടെ പ്രത്യേകത അവരൊരിക്കലും മറ്റൊരു ജീവജാലങ്ങൾക്കും, മനുഷ്യർക്ക് എന്ന് മാത്രമല്ല ഒരു ജീവജാലങ്ങൾക്കും ഒരിക്കലും ഒരു ദ്രോഹവും ചെയ്യില്ല എന്ന്. ഇനി അതിൻ്റെ കാരണം പറയാണ് യർഹി. എന്തുകൊണ്ടെന്നാൽ കളേവരം ന ആത്മാ, ഈ ശരീരം എന്ന് പറയുന്നത് ആത്മാവല്ല. ശരീരം ഞാനല്ല, ഒരു ഭൗതിക വസ്തുവാണ്. അത് ആത്മാവല്ല, ഞാൻ ആത്മാവാണ്. ഞാൻ എന്ന് പറയുന്നത് ഈ ആത്മാവാണ്. ഈ ശരീരം ആത്മാവല്ല, ഞാനല്ല എന്നത് അവർക്ക് അറിയാം. മനസ്സിലായോ? ശരീരം ഞാനല്ല, എനിക്കിരിക്കാനുള്ള ഒരു ഇരിപ്പിടം മാത്രമാണ് ശരീരം. ഞാൻ എന്ന് പറയുന്നത് ആത്മാവാണ്. അപ്പോൾ ഈ ശരീരം ഞാനല്ല എന്ന്, ഈ ആത്മാവല്ല എന്ന് ആ വിവേകികൾ അറിയുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ആത്മാവാണ് എന്ന് ചിന്തിക്കുന്നവനെ എല്ലാവരിലും ആത്മാവിനെ കാണാൻ സാധിക്കുള്ളൂ. അല്ലേ? ഞാൻ ഈ ശരീരമാണ് എന്ന് ചിന്തിക്കുന്നവനെ എല്ലാവരിലും ശരീരമാണ്. ഇന്ന വ്യക്തികൾ, ആ പേര്, ഇന്ന ശരീരങ്ങൾ, അതായത് ആ വ്യത്യസ്ത ദ്വൈതമാകുന്ന, അതായത് എല്ലാ മനുഷ്യരും വ്യത്യസ്തരല്ലേ, സ്വഭാവം വ്യത്യസ്തരാണ്, രൂപത്തിൽ വ്യത്യാസമുണ്ട്, എല്ലാം ദ്വൈതമാണ് ഈ ലോകത്തിൽ.
കാണുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു ശരീരമാണ് എന്ന് വിചാരിക്കുന്നവന് ഈ ലോകത്ത് എല്ലാത്തിലും അതിൻ്റെ ആത്മാവിനെ കാണാൻ കഴിയില്ല. അത് ശരീരമാണ്. ആ ശരീരത്തിൽ കാണുന്ന, ആ ശരീര രൂപത്തിൽ കാണുന്നവനാണ് ആ വ്യക്തി അല്ലെങ്കിൽ ആ ജീവി എന്നാണ് അവൻ വിശ്വസിക്കുക. ഞാൻ ആത്മാവാണ് എന്ന ധാരണയിൽ ഉറയ്ക്കുന്നവന് എല്ലാവരിലും ആത്മാവിനെ കാണാൻ സാധിക്കും. അങ്ങനെ ആത്മാവിനെ കണ്ടു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ആരെന്ത് ദ്രോഹം ചെയ്താലും നമുക്ക് പ്രതികാര ബുദ്ധി തോന്നില്ല. കാരണം ഈ നാവിനെ മുകളിലെ പല്ലും താഴെ പല്ലും കൂടി ഒരുമിച്ച് കടിച്ചാൽ ആരോടും ദേഷ്യം തോന്നുമോ? രണ്ടും എൻ്റെ തന്നെയാണ്, നമുക്ക് ദേഷ്യം തോന്നില്ല. അപ്പം അതുപോലെ അവനും ഞാനും ഒന്ന് തന്നെ ഏകമായ ആത്മാവാ, രണ്ട് വ്യത്യസ്ത രൂപത്തിലിരിക്കുന്നു. ഇപ്പോൾ ഒരേ ഒരു പ്രകൃതി ശക്തി ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാരായി 3 കർമ്മങ്ങൾ ചെയ്യാൻ 3 രൂപത്തിൽ 3 നാമത്തിൽ ഇരിക്കുന്നത് പോലെ ഈ ലോകത്തിലെ സർവ്വതും ഒരേ ഒരു ആത്മാവാണ്. ആ ആത്മാവ് പല പല രൂപത്തിൽ ഭേദത്തിൽ വ്യത്യസ്തതയിൽ ഇരിക്കുന്നു എന്ന് തിരിച്ചറിയുന്നവന് ഞാനും അതും ഒന്ന് തന്നെ എന്നറിയുമ്പോൾ എത്ര വലിയ ദ്രോഹം ചെയ്യുന്നവനോടും പ്രതികാരം തോന്നില്ല. അതാണ് ഇവിടെ പറയുന്നത്. ശരീരം ഞാനല്ല, ശരീരം ആത്മാവല്ല എന്ന് അവൻ തിരിച്ചറിയുന്നത് കൊണ്ട് ഒരു ജീവജാലങ്ങളെയും ദ്രോഹിക്കാൻ അവന് തോന്നില്ല. അതാണ് ആദ്യത്തെ. അപ്പോൾ പൃഥു മഹാരാജാവിന് ആദ്യമായിട്ട് കിട്ടുന്ന ആത്മതത്വം. പൃഥു ആരാണെന്ന് നമുക്കറിയാം, മഹാവിഷ്ണുവിൻ്റെ അവതാരമാണ്. പക്ഷെ ഭൂമിയിൽ ഒരു സ്ഥൂല രൂപത്തിൽ ജനിച്ചു കഴിയുമ്പോൾ ആ മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട് എല്ലാവരും ജ്ഞാനത്തിലിരിക്കുന്നവർ, അജ്ഞാനമുണ്ട് എല്ലാവരുടെ ഉള്ളിലും. പക്ഷെ മായയാൽ മറയ്ക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ആ ജ്ഞാനത്തെ അറിയുന്നില്ല. അപ്പോൾ ഭഗവാൻ അവിടെ ആ മായയുടെ മുഖമൂടി എടുത്ത് ആ മറ മാറ്റിക്കൊടുക്കുകയാണ് പൃഥുവിനെ. അപ്പോഴാണ് പൃഥുവിന് ഞാൻ ആര് എന്നൊരു തിരിച്ചറിവ് വരുള്ളൂ. അപ്പോൾ ആരോടും ഒരു ദേഷ്യമോ പ്രതികാരമോ തോന്നില്ല. ആ മായയുടെ മറയെ മഹാവിഷ്ണു എടുത്തു കളയുകയാണ് ഇവിടെ ചെയ്യുന്നത്. കാരണം വലിയൊരു ത്യാഗാണേ. നമ്മൾ ആരെങ്കിലും ചെയ്യോ? ആ ഒരു തടസ്സം, വലിയൊരു ആഗ്രഹത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വ്യക്തിയോട് ആ ആഗ്രഹം നടക്കാതെ വരുമ്പോൾ അത്രമാത്രം നിരാശയിൽ പോകുന്നവരാണ് നമ്മളെല്ലാവരും, അല്ലേ? അപ്പോൾ ഇവിടെ പൃഥു എടുത്ത ആ ഒരു തീരുമാനം അത് കണ്ടപ്പോഴാണ് ഭഗവാൻ അവിടെ പ്രത്യക്ഷപ്പെട്ട് ഇത് പറഞ്ഞു കൊടുക്കുന്നത്. ശ്ലോകം 4. പുരുഷ യതി മുഹ്യന്തി ത്വാദൃശ ദേവമായയ ശ്രമയേവ പരം ജാതഃ ദീർഘയാ വൃദ്ധസേവയാ. എന്നിട്ട് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ. ത്വാദൃശ, അങ്ങയുടെ പൃഥുവിനെ പോലെ തന്നെയുള്ള ആളുകൾ, പൃഥുവിനെ പോലെയുള്ളവർ ദേവമായയാ മുഹ്യന്തി, എൻ്റെ ആ മായ, പ്രകൃതിയുടെ ആ മായ എന്ന ശക്തിയിൽ മുഹ്യന്തി, മോഹിക്കപ്പെട്ടിട്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു ഈ ലോകത്ത് നിന്ന്. മനസ്സിലായില്ലേ? പുരുഷ എന്ന് വെച്ചാൽ പുരുഷൻ, വ്യക്തികൾ, അങ്ങയെപ്പോലെയുള്ള വ്യക്തികൾ പോലും. പൃഥു അത്രയും എന്താ പറയുക, ആത്മസംയമനവും ഒക്കെ പാലിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത്രയും ശ്രേഷ്ഠനായ ഒരു വ്യക്തിയായിട്ട് പോലും ആ പ്രകൃതിയുടെ മായാശക്തിയിൽ മുഴുകി ആ മായയിൽ പെട്ടിട്ട് ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. ഇപ്പോൾ പൃഥുവിന് ദേവേന്ദ്രനോട് വധിക്കണം എന്നൊരു ദേഷ്യം വന്നില്ലേ? അപ്പോൾ ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. അപ്പോൾ പിന്നെ സാധാരണ മനുഷ്യൻ്റെ കാര്യം പറയേണ്ടതുണ്ടോ? ദീർഘയാ വൃദ്ധസേവയാ. എന്നിട്ട് പറയാണ് ഒരുപാട് കാലം വൃദ്ധസേവയാ എന്ന് പറഞ്ഞാൽ വയസ്സായവരെ സേവിക്കാന്നല്ല ഇവിടുത്തെ ഉദ്ദേശം. ഗുരുപരമ്പരകളിൽ ഇരിക്കുന്ന യോഗീശ്വരന്മാർക്ക് ഒരുപാട് കാലം സേവ ചെയ്താൽ പോലും ശ്രമ ഏവ പരം ജാതഃ, അത് വെറും ഒരു കർമ്മം, പരിശ്രമം മാത്രമായിട്ട് മാറുകയേ ഉള്ളൂ എന്ന്. എന്തില്ലെങ്കിൽ? ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ ചെയ്യുന്ന സകല കാര്യങ്ങളും നമ്മൾ ആ സാക്ഷാത്കാരത്തിന് വേണ്ടി ശ്രമിക്കുന്ന വെറും ഒരു കർമ്മം അല്ലെങ്കിൽ ഒരു പരിശ്രമം മാത്രമായി മാറുകയുള്ളൂ. അതായത് കുറേ ഗുരുക്കന്മാരെ സേവിച്ചും ഗുരുപരമ്പരകളുടെ പിന്നാലെ നടന്നും അവരെ സേവിച്ചും അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തും കുറേ നാമജപം നടത്തിയും കുറേ പ്രാർത്ഥന നടത്തിയും നമ്മൾ ഇതിനൊക്കെ വേണ്ടി, ആത്മീയതയ്ക്ക് വേണ്ടി നമ്മൾ എന്തൊക്കെ കർമ്മം ചെയ്താലും ആത്മനിയന്ത്രണം എന്ന് പറയുന്ന ഒരു സാധനം നമുക്കില്ല. എങ്കിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കർമ്മവും വെറും ഒരു കർമ്മം മാത്രമായിട്ട്, പരിശ്രമം മാത്രമായിട്ടേ മാറുള്ളൂ. അതിൽ നമ്മൾ പുരോഗമിക്കില്ല. അതിലൂടെ നമുക്കൊരു ഉയർച്ച
വരില്ല എന്ന്, ആത്മനിയന്ത്രണം ഇല്ലെങ്കിൽ. ഈ ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ്? ആ മായയിൽ പെട്ടുപോകുന്നത് കൊണ്ടാണ് ആത്മനിയന്ത്രണം നഷ്ടപ്പെടുന്നത്. നമുക്ക് ദേവി മഹാത്മ്യം ചിന്തിക്കാം അല്ലേ? സുരത മഹാരാജാവിനും വൈശ്യനും ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടു. കുടുംബത്തെ, രാജ്യത്തെ, സമ്പത്തിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത് എന്തുകൊണ്ടാണ്? ആ മനസ്സ് വിഷമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? അവരോടുള്ള മമത, അതായത് ആ മായയിൽ പെട്ട് കിടക്കുന്നത് കൊണ്ട്. അപ്പോൾ മായയിൽപ്പെട്ട് ആത്മനിയന്ത്രണം നഷ്ടപ്പെട്ടവൻ പിന്നെ എത്ര വലിയ ശ്രേഷ്ഠകർമ്മം ചെയ്താലും അത് വെറും ഒരു കർമ്മം മാത്രമായി അവശേഷിക്കുള്ളൂ. അവൻ അതിൽ പുരോഗതി ഉണ്ടാവില്ല. അപ്പം ആദ്യം തന്നെ മായയെ തിരിച്ചറിയാൻ സാധിക്കണം. ഇതൊക്കെ അതാണ് എന്ന് തിരിച്ചറിയണമെന്ന് മനസ്സിലായോ? ശ്ലോകം 5. അധഃ കായം ഇമം വിദ്വാൻ അവിദ്യ കാമ കർമ്മഭിഃ ആരബ്ധഃ ഇതി ന ഏവ അസ്മിൻ പ്രതിബുദ്ധഃ അനുഷജ്ജതേ. അധഃ, അതുകൊണ്ട്, ഭഗവാൻ പറയാണ് പൃഥുവിനോട്, അതുകൊണ്ട് കായം ഇമം, അതായത് ഈ കായം എന്ന് വെച്ചാൽ ഈ ശരീരം ആണ് ഞാൻ എന്ന ആ ശരീരബോധത്തെ വെടിഞ്ഞിട്ട് വിദ്വാൻ, അറിവുള്ളവരെ, അവിദ്യ കാമ കർമ്മഭിഃ ആരബ്ധഃ, അവിദ്യ അജ്ഞാനം മൂലം ആരബ്ധഃ ഉണ്ടാകുന്ന കാമം ആഗ്രഹങ്ങൾ, കർമ്മഭിഃ കർമ്മങ്ങൾ, ഇതിനോടൊക്കെ ന ഏവ അസ്മിൻ, അതായത് അതൊക്കെ ഉണ്ടാവാൻ കാരണമായ അസ്മിൻ ഈ ശരീരത്തോടും പ്രതിബുദ്ധ എന്ന് വെച്ചാൽ അതിനെക്കുറിച്ചൊക്കെ ഈ ശരീരം, അതുപോലെ ഈ മനസ്സിൽ തോന്നുന്ന ശരീരം, മനസ്സ്, ബുദ്ധി, ഇതിനോട് മനസ്സിൽ തോന്നുന്ന ആഗ്രഹങ്ങൾ, കർമ്മങ്ങൾ, ഇതൊക്കെ ശരീരവുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എന്ന് അറിയുന്ന പ്രതിബുദ്ധ എന്ന് വെച്ചാൽ അതെല്ലാം അറിയുന്നവൻ ന ഏവ അനുഷജ്ജതേ, അതിനടിമയായി പോവില്ല എന്ന്. ആത്മതത്വം, ശരിക്കുള്ള ആത്മതത്വം എന്തെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ബുദ്ധിയുടെയും ചലനങ്ങൾക്കനുസരിച്ച് നമ്മൾ വീണു പോവില്ല. മനസ്സിലായ? അവിടെ പല ചലനങ്ങളും നടക്കും. അതിനെ ചലിപ്പിക്കുന്ന രീതിയിൽ സാഹചര്യങ്ങൾ പലതും ഉണ്ടാവും നമുക്ക് ചുറ്റും. പക്ഷേ അവനൊരിക്കലും അതിൽ വീണു പോകില്ല എന്നാണ് പറയുന്നത്. അതിനുള്ള അറിവ്, അത് വീണു പോവാതിരിക്കാനുള്ള അറിവ് എന്ന് പറയുന്നത്, ഒരു മിനിറ്റ്, ആരാണ് ഈ ശരീരമാണ് ഞാൻ എന്ന് ചിന്തിക്കുന്നത്? ശരീരമാണ് ഞാൻ എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരീരവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ആഗ്രഹങ്ങൾ, ശരീരം, മനസ്സ്, ബുദ്ധി അല്ലേ? അപ്പം മനസ്സിൽ തോന്നുന്നു ആഗ്രഹങ്ങൾ, അതിനനുസരിച്ചുള്ള കർമ്മങ്ങൾ, അതൊക്കെ ശരീരബോധത്തിൽ നിന്നും, ഞാൻ എന്ന ഈ ശരീരബോധത്തിൽ നിന്നുമാണ് ഈ ആഗ്രഹങ്ങളും കർമ്മങ്ങളും ഒക്കെ ഉടലെടുക്കുന്നത്. തൽഫലമായിട്ട് അതിനോടുള്ള മമത, ഞാനാണ് ചെയ്യുന്നത് എങ്കിൽ ആ മമതയും അവിടെ ഉണ്ടാകുന്നു. അതേസമയം ആരാണോ ഈ ശരീരബോധം വെടിയുന്ന അറിവുള്ളവർ, അവർ മനസ്സിലാക്കുന്നു അതായത് അവിദ്യ എന്ന് വെച്ചാൽ അജ്ഞാനം മൂലം, അതായത് ഞാൻ ശരീരമാണ് എന്ന അജ്ഞത, ആ അജ്ഞത മൂലമാണ് ഈ ആഗ്രഹങ്ങളും ഈ കർമ്മങ്ങളും ഒക്കെ ഇവിടെ ഉണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കുമ്പോൾ അവർ ശരീരമാണ് ഞാൻ എന്ന ബോധത്തെ പോലും വെടിഞ്ഞ് ഇതിനോടൊക്കെ അടിമപ്പെടാതെ, ഇതിനോടൊന്നും യാതൊരുവിധ മമതയും ഇല്ലാതെ ഇരിക്കുന്നു എന്ന്. എന്നാൽ കർമ്മം ചെയ്യോ? തീർച്ചയായിട്ടും. അതായത് ഒരു ഉദാസീനനെ പോലെ ശരീരത്തിൽ ഇരുന്ന് കർമ്മം ചെയ്യണം. ഉദാസീനൻ എന്ന് വെച്ചാൽ മടിയൻ അല്ലേ? മടിയൻ ഒരു കർമ്മവും ചെയ്യില്ല, വേണം വേണ്ടാന്ന് വെച്ചിട്ട് ആ പ്രവൃത്തിയോട് ഒരു അറ്റാച്ച്മെന്റ് ഇല്ലാണ്ടായിരിക്കും. ഒരു മടിയനോട് എന്തെങ്കിലും പണി പറഞ്ഞാൽ ചെയ്യാം അല്ലേ? ഒരു താല്പര്യം ഇല്ലാണ്ടായിരിക്കും ഒരു മടിയൻ്റെ അടുത്ത് നമ്മളൊരു പണി പറഞ്ഞാൽ ചെയ്യാം എന്ന മനസ്ഥിതിയോട് കൂടിയിട്ട് ചെയ്യാം. എന്നാൽ ചെയ്യുന്നതോ ഒരു മടിയുമില്ലാതെ അത്രയും കാര്യപ്രാപ്തിയോടുകൂടി ഒരു വ്യക്തി എങ്ങനെയാണോ ചെയ്യുന്നത് അതേ പെർഫെക്ഷനോടുകൂടി ചെയ്യുകയും വേണമെന്ന്. മനസ്സിലായ? നല്ല കാര്യപ്രാപ്തിയോടുകൂടി ഒരു കർമ്മം, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് അവൻ ചെയ്യും അതേ പെർഫെക്ഷനോട് കൂടി ചെയ്യണം. എന്നാൽ ഒരു ഉദാസീനൻ ചെയ്യുന്ന പോലെ ആയിരിക്കണം നമ്മുടെ മനസ്സിൻ്റെ സങ്കല്പം. ആ പ്രവൃത്തിയോട് ശരീരം കൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യണം, എന്നാൽ മനസ്സുകൊണ്ട് ആ പ്രവൃത്തിയോട് അറ്റാച്ച്മെന്റ്, ഞാൻ ചെയ്തു, എൻ്റെ കഴിവ്, എനിക്കത് ഭംഗിയായി പൂർത്തിയാക്കാൻ പറ്റി എന്ന ചിന്തയില്ലാതെ ഒരു മടിയൻ എങ്ങനെയാണോ അലസമായി ചെയ്യുക, ആ അലസതയോട് എനിക്ക് ഒരു താല്പര്യമില്ല എന്ന് മനസ്സിൽ വിചാരിച്ച് ചെയ്യില്ലേ എന്ന പോലെ അതിനോട് ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ ചെയ്യുക, എന്നാൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഈ ശരീരം ഞാനല്ല എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ അതുമായി ബന്ധപ്പെട്ട് അതിൽ നിന്നുണ്ടാകുന്ന ആഗ്രഹങ്ങളും കർമ്മങ്ങളോടൊന്നും പിന്നെ യാതൊരു അറ്റാച്ച്മെൻറ്റും ഒരുവന് ഉണ്ടാവില്ല, അറിവുള്ളവന് ഉണ്ടാവില്ല. ശ്ലോകം 6.
അസംസക്തഃ ശരീരേ അസ്മിൻ അമുനാ ഉത്പാദിതേ ഗൃഹേ അപത്യേ ദ്രവിണേ വാ അഭി കഹ കുര്യാത് മമതാം ബുധഃ. അസംസക്തഃ എന്ന് വെച്ചാൽ ആസക്തിയില്ലാത്ത, ശരീരേ അസ്മിൻ ഈ ശരീരത്തോട് ഒരു ആസക്തിയും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ലാത്തവർ, അമുന ഉത്പാദിതേ ആ ശരീരബോധത്തിൽ നിന്നും ഉണ്ടാകുന്ന, ഗൃഹേ എൻ്റെ വീട്, അപത്യേ എൻ്റെ മക്കള്, ദ്രവിണേ എൻ്റെ സമ്പാദ്യം, വാ അഭി എന്നിങ്ങനെയൊക്കെ മമതാംബുധഃ, മമത എന്ന് വെച്ചാൽ ഇവയോടൊക്കെയുള്ള ആ ഒരു മമത അറ്റാച്ച്മെൻറ്റ്, അത് ബുധഃ എന്ന് വെച്ചാൽ അറിവുള്ളവർക്ക് കഹ കുര്യാത്ത് എങ്ങനെ ഉണ്ടാവാനാണെന്ന്. ശരീരത്തിനോട് ആസക്തി ഇല്ലാത്തവന് ഈ ശരീരവുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന എൻ്റെ വീട്, എൻ്റെ ഭാര്യ, എൻ്റെ മക്കളെ, എൻ്റെ അച്ഛനമ്മ, എൻ്റെ സമ്പാദ്യം, എൻ്റെ ഭൂമി എന്നിങ്ങനെയുള്ള ഒന്നിനോടും യാതൊരുവിധ അറ്റാച്ച്മെൻറ്റും ഉണ്ടാവില്ല. കാരണം ഇതിൻ്റെ ഒക്കെ ബേസ് കിടക്കുന്നത് അവിടെയാണ്. നമുക്ക് ആ കുടുംബ ബന്ധങ്ങളോടുള്ള ഓവർ അറ്റാച്ച്മെൻറ്റിന് പ്രധാന കാരണം ഞാൻ ഈ ശരീരമാണ് എന്ന നമ്മുടെ സങ്കല്പമാണ് ഈ അറ്റാച്ച്മെൻറ്റിനും അതുമൂലമുണ്ടാകുന്ന വിഷമങ്ങൾക്കും ഒക്കെ കാരണം. മനസ്സിലായ? അപ്പം അതാർക്കില്ല, ശരീരബോധം ആര് വെടിയുന്നു? അവന് എൻ്റെ വീടാണ്, ഇത് എൻ്റെ സമ്പാദ്യമാണ്, എൻ്റെ മക്കളാണ്, എൻ്റെ കുടുംബമാണ്, എൻ്റെ സമ്പത്താണ് എന്നിങ്ങനെ യാതൊരുവിധ മമതയും അവൻ്റെ മനസ്സിലുണ്ടാവില്ല. കാരണം അവൻ എങ്ങനെയാണോ കർമ്മം ചെയ്യുക, അവിടെയും നമുക്ക് ദേവീ മഹാത്മ്യം ഓർക്കാം. സുരത മഹാരാജാവിനോട് സുമേധസ് മഹർഷി പറഞ്ഞു കൊടുക്കുന്നത് എന്താ? ആ ദേവി അത് തന്നെയാണ് ഇവിടെ മഹാവിഷ്ണുവും പറഞ്ഞു കൊടുക്കുന്നത്. ആ പ്രകൃതി എന്ന ശക്തിയെയാണല്ലോ ദേവി എന്ന് സങ്കല്പിക്കുന്നത്. ആ ദേവിയുടെ അനുഗ്രഹം നമുക്ക് കിട്ടിയാൽ മാത്രമേ മമതയിൽ നിന്ന്, ആ മമത എന്ന് പറഞ്ഞാൽ ആ അമ്മയുടെ മായാവൈഭവം, മായാശക്തിയാണ്, ആ പ്രകൃതിയുടെ മായാശക്തിയാണ് നമ്മളെ ഈ അറ്റാച്ച്മെൻറ്റിൽ, ഈ മമതയിൽ പെടുത്തുന്നത്. ഞാൻ ഈ ശരീരം കാണാനും പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നതാണല്ലോ ഈ ശരീരം. ആത്മാവിനെ അറിയില്ല. അപ്പോൾ ഈ ശരീരമാണ് ഞാൻ എന്ന ധാരണ നമ്മുടെ ഉള്ളിൽ ഉറപ്പിക്കുന്നത് നമ്മൾ ഈ മായയിൽ കിടക്കുന്നത് കൊണ്ടാണ്. മായ എന്ന് പറഞ്ഞാൽ അമ്മയുടെ മായാവൈഭവമാണ്. അതിൽ നിന്നും പുറത്തേക്ക് വരണമെങ്കിൽ അമ്മയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ, ആ പ്രകൃതിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ ഈ മായയിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ. ആ ശക്തിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ. ആ അനുഗ്രഹം നമുക്ക് കിട്ടണമെങ്കിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടത്? ഇന്ന് ഞാൻ എൻ്റെ എന്ന് വിചാരിക്കുന്ന എൻ്റെ ഈ ശരീരം, ഫസ്റ്റ് അതാണല്ലോ, ആദ്യം പറയുമ്പോൾ അതാണല്ലോ, ഞാൻ എൻ്റെ സ്വന്തം എന്ന് വിചാരിക്കുന്ന ആദ്യത്തെ എൻ്റെ ഈ ശരീരം, മനസ്സ്, ബുദ്ധി, ഇതൊക്കെയാണ് ഞാൻ എന്ന് വിചാരിക്കുന്നത്. പിന്നെ എൻ്റെ സ്വന്തം എന്ന് വിചാരിക്കുന്നത് എൻ്റെ കുടുംബം, എൻ്റെ വീട്, ഈ ഞാൻ താമസിക്കുന്ന വീട്, ഈ മണ്ണ്, ഈ ഭൂമി, കുടുംബം, ഭാര്യ, ഭർത്താവ്, മക്കള്, സഹോദരങ്ങൾ, അച്ഛനമ്മ എന്നിങ്ങനെയുള്ള ബന്ധങ്ങൾ, പിന്നെ സമ്പാദ്യം, പിന്നെ നമുക്ക് എന്തൊക്കെ ഉണ്ടോ നമ്മുടെ സ്വന്തം എന്ന് വിചാരിച്ച് നമ്മൾ അനുഭവിക്കുന്നത്, ഇതെല്ലാം മനസ്സുകൊണ്ട് ആ പ്രകൃതി എന്ന ശക്തിക്ക് കൊടുക്കുക. കാരണം ഈ ശരീരത്തെ സ്വീകരിച്ച് ഈ ഭൂമിയിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഈ ശരീരം എനിക്ക് തന്നതും മനസ്സും ബുദ്ധിയും ഈ കണ്ട ബന്ധങ്ങളും ഈ സമ്പാദ്യങ്ങളും ഇതെല്ലാം എനിക്ക് നൽകിയത് ആ ശക്തിയാണല്ലോ അമ്മേ. ഞാനിത് അമ്മയുടെ പാദങ്ങളിൽ തിരിച്ചു സമർപ്പിക്കുന്നു. ആ അമ്മ ഈ ജന്മത്തിൽ കർമ്മം ചെയ്യാൻ എന്തായാലും ശരീരം മനസ്സൊക്കെ വേണമല്ലോ. ഈ ഭൂമിയിൽ ഈ ജന്മത്തിൽ കർമ്മം ചെയ്യാൻ അവിടുന്ന് അനുഗ്രഹിച്ചു തന്ന് ഒരു ദാസിയായി ഞാൻ ഇത് അനുഭവിക്കുന്നു. ഇതൊക്കെ ഈ ശരീരത്തെ, ഇത്രയും നല്ല ശരീരത്തെ, മനസ്സിനെ, ബുദ്ധിയെ, കുടുംബത്തെ, വീടിനെ, സർവ്വതിനെയും, അതിലൊരുപാട് ദുഃഖങ്ങളുള്ളതുണ്ടാവും, നല്ലതുണ്ടാവും. എന്തൊക്കെയാണോ അമ്മ എനിക്ക് അനുഗ്രഹിച്ചു തന്നത്, അമ്മയുടെ ഒരു ദാസിയായി ഞാൻ ഇത് അനുഭവിക്കുന്നു എന്ന സങ്കല്പത്തിൽ നിന്നുകൊണ്ട് ഈ കാണുന്നതിന് എന്തൊക്കെ നമുക്ക് നമ്മുടേത് എന്ന് വിചാരിക്കുന്നുണ്ടോ അതൊക്കെ നമ്മൾ അനുഭവിക്കുകയാണെങ്കിൽ ആ പ്രകൃതി നമ്മളിൽ പൂർണ്ണ സംതൃപ്തി. നമ്മൾ സത്യത്തെ അറിഞ്ഞു, നമ്മുടെ കഴിവുകൊണ്ടല്ല നമുക്ക് ഈ രൂപം പോലും കിട്ടിയത്, അത് ആ പ്രകൃതിയാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ നമ്മളെല്ലാം ആ പ്രകൃതിക്ക് കൊടുക്കുന്നു. അവിടെ ആ പ്രകൃതി, ആ ശക്തി പൂർണ്ണ സന്തോഷവതിയായിട്ട് ആ അമ്മ മായയിൽ നിന്ന് അതോടെ നമ്മളെ പുറത്തേക്ക് എടുക്കുന്നു. പിന്നെ നമുക്ക് ഒന്നിനോടും മനസ്സങ്ങോട്ട് സമനിലയിലെത്തും. ഒന്നിനോടും ഓവർ അറ്റാച്ച്മെൻറ്റ്, ഒന്നിനോടും വെറുപ്പോ ദേഷ്യമോ ഉണ്ടാവില്ല.
മനസ്സിലായ? അതാണ് ഇവിടെ പറഞ്ഞ് ശരീരബോധത്തിൽ നിന്ന് പുറത്തേക്ക് കടന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ബന്ധങ്ങൾ, എൻ്റെ സ്വന്തം അപ്പം ഈ തോന്നൽ ഇതൊക്കെ എൻ്റെയാണ്, ഈ ശരീരം ഞാനാണ്, എൻ്റെ വീടാണ്, എൻ്റെ മണ്ണാണ്, എൻ്റെ കുടുംബമാണ്, ഈ ഒരു തോന്നലും പിന്നെ ഉണ്ടാവില്ല. നമ്മളെല്ലാം തിരിച്ചറിഞ്ഞു ശരീരം ഞാനല്ല, ആ ശരീരം പോലും ആ ശക്തിയാണ് തന്നത് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എല്ലാം അങ്ങോട്ട് തന്നെ കൊടുക്കുകയാണ്. അപ്പോൾ അതോട് കൂടിയിട്ട് എല്ലാം പിന്നെ ഒരു ദാസിയായി അനുഭവിക്കുന്നു എന്നൊരു സങ്കല്പമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഒന്നിനോടും പിന്നെ അറ്റാച്ച്മെന്റ് ഇല്ല എന്നർത്ഥം. ശ്ലോകം 7. ഏകശുദ്ധ സ്വയം ജ്യോതി നിർഗുണ അസൗ ഗുണാശ്രയ സർവഗഃ അനാവൃതഃ സാക്ഷി നിരാത്മാ ആത്മ ആത്മനഃ പരഃ. ഇവിടെ ആത്മാവിൻ്റെ സവിശേഷതയെക്കുറിച്ച് ഭഗവാൻ പറഞ്ഞു കൊടുക്കാൻ കേട്ടാ. ആത്മാവ് എന്ന് പറഞ്ഞാൽ ഏകഹ, ഒന്നാണ്. ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ശാശ്വത സത്യം, ഒരേ ഒരു സത്യം, ശുദ്ധം, പരിശുദ്ധമാണ്. സ്വയം ജ്യോതി, സ്വയം പ്രകാശിച്ചു നിൽക്കുന്നത്. ആത്മാവിനെ വേറൊരു ശക്തി കൊണ്ട് ഇനി പ്രകാശിപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ആത്മാവ് സ്വയം പ്രകാശിച്ചു നിൽക്കുന്നതാണ്. എന്നാൽ ശരീരമോ? സൂര്യൻ്റെ വെളിച്ചമില്ലെങ്കിൽ ശരീരത്തെ ആർക്കെങ്കിലും കാണാൻ പറ്റുമോ? കൂരാകൂരിട്ടിൽ നമ്മൾ നടക്കുമ്പോൾ നമ്മുടെ ശരീരത്തെ നമുക്കും കാണാൻ പറ്റില്ല, ആർക്കും കാണാൻ പറ്റില്ല. സൂര്യപ്രകാശമുണ്ടെങ്കിലേ ശരീരത്തെ കാണാൻ പറ്റുള്ളൂ. പക്ഷെ ആത്മാവ് സ്വയം പ്രകാശിക്കുന്നതാണ്. നിർഗുണഃ, ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തമാണ്. അസൗ, അങ്ങനെയാണ് ഈ ആത്മാവ്. എന്നാൽ ഗുണാശ്രയ, ഈ ത്രിഗുണങ്ങൾ പോലും ആശ്രയിക്കുന്നത് ആത്മാവിനെയാണ്. എന്ന് വെച്ചാൽ ഈ സത്വരജ തമോ ഗുണങ്ങൾ സമനിലയിൽ ഇരിക്കുന്നതാണ് ആത്മാവ്. ഇതിൽ വ്യതിയാനം വരുമ്പോഴാണ് ശരീരരൂപങ്ങൾ ഉണ്ടാകുന്നത്, ഈ ആത്മാവ് ശരീരമെടുക്കുന്നത്. അപ്പോൾ ത്രിഗുണങ്ങൾ പോലും ആത്മാവിനെ ആശ്രയിച്ചിരിക്കുന്നു. സർവഗഃ, എല്ലായിടത്തും പോകാൻ കഴിവുള്ളതാണ് ആത്മാവിനെ. അനാവൃതഃ, ഒന്നിനെ കൊണ്ടും മറയ്ക്കാൻ കഴിയാത്തതാണ് ആത്മാവ്. സാക്ഷി, എല്ലാത്തിനും ശരീരവും മനസ്സും ബുദ്ധിയും കൊണ്ട് ചിന്തിക്കുന്നതും ആലോചിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതുമായ സർവ്വതും കണ്ടുകൊണ്ടിരിക്കുന്ന സാക്ഷിയാണ് ആത്മാവ്. നിരാത്മാ, ആത്മാവിന് പിന്നെ മറ്റൊരാത്മാവിനെ വേണ്ടാന്ന്, വേറൊരാത്മാവില്ലാത്തവൻ, അതാണ് ആത്മാവ്. അതായത് ആത്മാവിന് പിന്നെ ശരീരത്തിന് ആത്മാവിനെ ആശ്രയിക്കണം നിലനിൽക്കണമെങ്കിൽ, ആത്മാവിന് വേറൊരാത്മാവിനെ ആശ്രയിക്കേണ്ട, അതാണ് നിരാത്മാ. ഇനി ആത്മനഃ പര എന്ന് വെച്ചാൽ ശരീരത്തിനും മനസ്സിനും പരമ, അതിനൊക്കെ പരമമായിട്ടുള്ളതാണ് ആത്മാവ്. എന്ന് വെച്ചാൽ എന്താ? ശരീരം എന്ന് പറഞ്ഞാൽ സ്ഥൂല ശരീരം, മനസ്സിരിക്കുന്നത് സൂക്ഷ്മ ശരീരം. ഇതിനെ രണ്ടിനും പരമമായിട്ടുള്ളതാണ് ആത്മാവ് എന്ന് പറഞ്ഞാൽ ആത്മാവ് കാരണ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരത്തിനും ആത്മാവുമായിട്ട് ബന്ധമില്ല. ആത്മാവ് കാരണ ശരീരത്തിലാണ് ഇരിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ആത്മാവിൻ്റെ സവിശേഷതയാണ് ആ ആത്മാവ് ഒരേ ഒരു ആത്മാവേ ഉള്ളൂ, അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ല. പരിശുദ്ധമാണ്, സ്വയം ജ്യോതി പ്രകാശിക്കുന്നതാണ്, ത്രിഗുണങ്ങളെ ബാധിക്കാത്തതാണ്. എന്നാൽ ത്രിഗുണങ്ങൾ ആശ്രയിക്കുന്നത് ആത്മാവിനെയാണ്. എവിടെയും പോകാൻ കഴിവുള്ളതാണ് ആത്മാവ്. ഒന്നിനെ കൊണ്ടും മറയ്ക്കാൻ കഴിയാത്ത അനാവൃത, അതാണ് ആത്മാവ്. എല്ലാത്തിനും സാക്ഷിയാണ്. മറ്റൊരു ഒന്നിനെയും ആശ്രയിക്കാതെ നിൽക്കുന്നതാണ് ആത്മാവ്. ശരീരത്തിനും മനസ്സിനും പരമമായിരിക്കുന്നതിൻ്റെ, അതിനും മുകളിലിരിക്കുന്ന സ്ഥാനമാണ് ആത്മാവിനെ. ഇനി ശ്ലോകം 8. യാ ഏവം സന്തം ആത്മാനം ആത്മസ്ഥം വേദപുരുഷഃ ന അജ്യതേ പ്രകൃതിസ്ഥഃ അഭി തദ്ഗുണൈഃ സ മയി സ്ഥിതഃ യഹ. എന്നിട്ട് ഭഗവാൻ പറയാണ്, ഏതൊരുവനാണോ ഏവം സന്തം, ഇപ്രകാരം ആത്മാവിനെ അറിഞ്ഞിട്ട് ജീവിക്കുന്നത്, ആത്മാനം, ആ ആത്മാവ്, ആത്മസ്ഥം എന്ന് വെച്ചാൽ തൻ്റെ ശരീരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, ആത്മാവ് ഈ ശരീരത്തെ സ്ഥിതി ചെയ്യുന്നു എന്ന് വേദഃ പുരുഷഃ എന്നറിയുന്ന വ്യക്തികൾ, ന അജ്യതേ എന്ന് വെച്ചാൽ അവരെ ബാധിക്കുന്നില്ല എന്ന്, പ്രകൃതിസ്ഥഃ അഭി, അവർ ഈ പ്രകൃതിയിൽ ദ്വൈതമാകുന്ന ഈ ഭൗതിക പ്രകൃതിയിൽ സത്വരജ തമോ ഗുണങ്ങളാൽ ശരീരമെടുത്ത് ഈ ഭൂമിയിലൊക്കെ അവർ ജീവിക്കുന്നുണ്ട്. എല്ലാ മാറ്റങ്ങളും അവരിൽ ജനിക്കുന്നു, വളരുന്നു, എല്ലാവരെ പോലെ കർമ്മങ്ങൾ ചെയ്യുന്നു ഒക്കെ ഉണ്ടെങ്കിൽ പോലും, അതാണ് പ്രകൃതിസ്ഥഃ അഭി.
ഭൗതിക പ്രകൃതിയിലാണ് ജീവിക്കുന്നത് എങ്കിൽ പോലും തദ്ഗുണൈഹി അതിൻ്റെ ഗുണങ്ങൾ, അതായത് സത്വഗുണം, രജോ ഗുണം, തമോ ഗുണങ്ങൾക്കനുസരിച്ചുണ്ടാകുന്ന ചിന്തകൾ, വരുന്ന മാറ്റങ്ങൾ, ആഗ്രഹങ്ങൾ, തീരുമാനങ്ങൾ, കർമ്മങ്ങൾ, ഇതൊന്നും തന്നെ അവരെ നാജ്യതയെ ബാധിക്കുന്നില്ല എന്ന്. കാരണം സഹ അവൻ മയി സ്ഥിതഃ എന്നിൽ ആത്മാവിൽ സദാ സ്ഥിതി ചെയ്യുന്നവനാണ്. ഞാൻ ആത്മാവാണ് എന്ന് അവൻ അറിഞ്ഞു, അവൻ്റെ മനസ്സ് ഉറച്ചു. അപ്പോൾ ഞാൻ ഇരിക്കുന്ന ഇരിപ്പിടമാണ് ഈ ഒരു ശരീരം എന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ ഈ ഭൗതിക ലോകത്ത് അവൻ സാധാരണക്കാരനെ പോലെ ജീവിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ ത്രിഗുണങ്ങളിൽ ഉണ്ടാകുന്ന വ്യതിയാനത്തിനനുസരിച്ച് ഇവരുടെ മനസ്സിന് യാതൊരുവിധ വ്യതിയാനം, ചിന്തകളോ ദുഃഖങ്ങളോ നിരാശയോ സന്തോഷമോ ഒരു വ്യതിയാനവും ഇവരുടെ മനസ്സിനുണ്ടാവില്ല. കാരണം ഇവരുടെ മനസ്സ് സദാ എന്നിലാണ് സ്ഥിതി ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ആത്മാവാണ് ഞാൻ എന്ന ധാരണ, ആ സങ്കല്പത്തിലാണ് ആത്മാവ് ഇരിക്കുന്നത്. അതുകൊണ്ട് ശരീരത്തോടുമായി ബന്ധപ്പെട്ടിട്ടുണ്ടാകുന്ന ഒരു ചിന്തകളും ഇവരുടെ മനസ്സിനെ ബാധിക്കുന്നില്ല. അപ്പോൾ എന്താ അതിൻ്റെ അർത്ഥം? മനസ്സ് നിശ്ചലമാകുന്നു അവിടെയെന്ന്. അവരുടെ മനസ്സിന് ചിന്തകൾ കുറഞ്ഞു, അപ്പോൾ മനസ്സ് നിശ്ചലമായി. ആത്മാവ് എന്ന സത്യത്തെ അറിഞ്ഞപ്പോൾ അതിൽ മനസ്സ് ലയിച്ചപ്പോൾ മനസ്സ് നിശ്ചലമാകുന്നു എന്നർത്ഥം. ഇനി ശ്ലോകം 9. യഹ സ്വധർമ്മേണ മാം നിത്യം നിരാശി ശ്രദ്ധയാന്വിതഃ ഭജതേ ശനകൈ തസ്യ മനഃ രാജൻ പ്രസീദന്തി. എന്നിട്ട് എങ്ങനെ? അപ്പം ഇതാണ് ആത്മാവ് എന്നറിഞ്ഞില്ലേ? ആത്മാവിൽ മനസ്സ്, ആത്മാവ് എന്താണെന്ന് പറഞ്ഞു കൊടുത്തു. ആത്മാവിൽ മനസ്സുറപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ ഭൗതിക ലോകത്ത് ജീവിച്ചാലും അത് അവനിൽ ഒരു വ്യതിയാനവും, ഒരു ക്ഷോഭം, ഒരു അസ്വസ്ഥത, ഒരു നിരാശ, ആഗ്രഹം ഇതൊന്നും അവനുണ്ടാവില്ല. അപ്പോൾ പൃഥുവിനോട് പറയാണ്, നീ ആത്മാവിനെ അറിയണം. അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഇപ്പോൾ ഇന്ദ്രനോട് തോന്നിയ ഈ പ്രതികാരം, വൈരാഗ്യതൊന്നും പിന്നെ നിനക്ക് തോന്നില്ല എന്നാണ് ആ പറഞ്ഞു കൊടുക്കുന്നത്. എന്നിട്ട് എങ്ങനെ കർമ്മം ചെയ്യണം എന്നാണ് പറയുന്നത്. യഹ ഏതൊരുവൻ സ്വധർമ്മേണ അവൻ്റെ സ്വധർമ്മത്തെ അനുഷ്ഠിക്കുകയാണ്, മാം എന്നിൽ സമർപ്പിച്ച്, നിത്യം എല്ലായ്പ്പോഴും, നിരാശി അതിനോട് ആ കർമ്മത്തിൻ്റെ ഫലം പ്രതീക്ഷിക്കാതെ, അതാണ് നിരാശി എന്ന് പറയുന്നത്, ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ, ശ്രദ്ധയാന്വിത ഭക്തിയോടും വിശ്വാസത്തോടും പൂർണ്ണ ശ്രദ്ധയോടും കൂടിയത്, ഭജതേ അവനവൻ്റെ കർമ്മങ്ങൾ അനുഷ്ഠിച്ച് എന്നെ ആരാധിക്കുമ്പോൾ, ശനകൈ പതുക്കെ പതുക്കെ, തസ്യ അവൻ്റെ മനഃ മനസ്സ്, പ്രസീദന്തി എന്താണ് ഒരു പൂർണ്ണ സംതൃപ്തി എന്ന് അവൻ അനുഭവിക്കുന്നു. ഇന്ന് വരെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ? പൂർണ്ണമായ ഒരു സംതൃപ്തി ജീവിതത്തിൽ ഇന്ന് വരെ ആർക്കെങ്കിലും അനുഭവിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് നോക്കി നോക്കൂ. അതെപ്പോഴാണ് കിട്ടണേന്നാണ് പറയണേ. ഹേ രാജൻ, പൃഥുവിനെ വിളിക്കുകയാണ്, അല്ലയോ രാജാവേ, ആരാണോ സ്വന്തം കർമ്മത്തെ, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുന്ന ജോലി, ആ കർമ്മത്തെ എന്നും, ഒരു ദിവസം കഴിഞ്ഞാൽ പിറ്റേ ദിവസമല്ല, എന്നും വെറുതെ ഇങ്ങനെ വായോണ്ട് പറയുകയല്ല. ഞാനിപ്പോൾ പറഞ്ഞില്ലേ ദേവീ മാഹാത്മ്യത്തിൽ ആർക്കാണോ സമർപ്പിക്കുന്നത്, അതുപോലെ ആ കർമ്മം ചെയ്യാനുള്ള ഈ ശരീര മനസ്സ് ബുദ്ധി കർമ്മത്തെ എല്ലാത്തിനെയും ആ ഭഗവാനിൽ സമർപ്പിച്ച് പൂർണ്ണ ശ്രദ്ധയോടും ഭക്തിയോടും വിശ്വാസത്തോടും ആ കർമ്മത്തിൻ്റെ ഫലം തിരിച്ചു പ്രതീക്ഷിക്കാതെ നിഷ്കാമമായിട്ട് ആരാണോ അനുഷ്ഠിക്കുന്നത്, പ്രവൃത്തികൾ ചെയ്യുന്നത്, ജോലികൾ ചെയ്യുന്നത്, അവൻ പതുക്കെ പതുക്കെ അവൻ്റെ മനസ്സ് എന്താണ് ഒരു പൂർണ്ണ സംതൃപ്തി എന്ന് അനുഭവിച്ചറിയുന്നു എന്ന്. നമ്മൾ ഞാൻ ചെയ്യുന്നു എന്ന ഭാവത്തിലിരുന്ന് ചെയ്ത് തിരിച്ച് പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുമ്പോൾ ഇന്ന് വരെ ജീവിതത്തിൽ എന്താണ് സംതൃപ്തി എന്നുള്ളത് പൂർണ്ണമായും നമ്മൾ ആരും അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കണമെങ്കിൽ കർമ്മത്തെ ആ പ്രകൃതിയിലേക്ക് അർപ്പിച്ചാൽ മാത്രമേ അത് നേടാൻ സാധിക്കുകയുള്ളൂ, അത് അനുഭവിച്ചറിയാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്നു. ഇനി ശ്ലോകം 10. പരിത്യക്ത ഗുണസമ്യക് ദർശനഃ വിശദാശയ ശാന്തിം മേ സമവസ്ഥാനം ബ്രഹ്മകൈവല്യം അശ്നുതേ. പരിത്യക്ത ഗുണ, അതായത് ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തനായിട്ട്, സമ്യക് ദർശനഃ എല്ലാത്തിനെയും ഒന്നായി കാണുന്ന, വിശദാശയ മാലിന്യരഹിതമായ പാപരഹിതമായ മനസ്സുള്ള അങ്ങനെ ഒരു വ്യക്തി ഏതൊരുവനാണോ ഇങ്ങനെ ഭഗവാനിൽ സമർപ്പിച്ച് കർമ്മം ചെയ്യുന്നത്, അങ്ങനെ ചെയ്യുന്നതോടുകൂടി അവൻ്റെ മനസ്സിൽ മാലിന്യമില്ല, അഴുക്കില്ല. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ചിന്തകളില്ല എന്നർത്ഥം. മനസ്സിലായോ? ആ ചിന്തകളില്ലാത്ത മനസ്സുള്ളവൻ അതോടുകൂടി ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തമാവുന്നു. സമ്യക് ദർശനഃ എല്ലാത്തിനെയും ഒന്നായി കാണുന്നു. ഇവിടെ കാണുന്ന ഈ ദ്വൈതത്തിലൊന്നും അവൻ്റെ മനസ്സ് പെടില്ല, നിൽക്കില്ല. അവൻ അദ്വൈതത്തിൽ എല്ലാം സമമായി കാണുന്നു.
അങ്ങനെ ശാന്തിം അശ്നുതേ, പരമമായ ശാന്തമായ അവസ്ഥയെ അനുഭവിക്കുന്നു. മേ സമവസ്ഥാനം, അവൻ എൻ്റെ സ്ഥാനത്തിൽ എത്തിച്ചേരുന്നു എന്ന് വെച്ചാൽ ഭഗവാന്റെ സ്ഥാനം, ആത്മാവിൻ്റെ സ്ഥാനം എന്നൊക്കെ പറയുന്നത് എന്താ? ശൂന്യത, ചലനമില്ലാത്ത അവസ്ഥ അല്ലേ, സമമായിരിക്കുന്ന അവസ്ഥ, എല്ലാം ഒന്ന്. ആ അവസ്ഥയ്ക്ക് വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് ത്രിഗുണങ്ങൾ ത്രിഗുണങ്ങൾ സമമായിരിക്കുന്നതാണ് യഥാർത്ഥ സത്യം. അതിൽ വ്യതിയാനം സംഭവിച്ചപ്പോഴാണ് ഈ ദ്വൈതങ്ങളൊക്കെ ഉണ്ടായത്. ദ്വൈതമില്ലാത്ത അവസ്ഥ, ത്രിഗുണങ്ങൾ സമമായിരിക്കുന്ന, അതാണ് ഭഗവാന്റെ സ്ഥാനം. ആ സമവസ്ഥാനം, എൻ്റെ സ്ഥാനമാകുന്ന ആ സമനിലയിലുള്ള അവസ്ഥയിൽ ബ്രഹ്മ കൈവല്യം അശ്നുതേ, ആ ബ്രഹ്മമാണ് ഞാൻ എന്ന അവസ്ഥയെ അവൻ അറിയുന്നു, നേടുന്നു എന്നർത്ഥം. അപ്പോൾ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ ഭഗവാനിൽ കർമ്മം ഭഗവാനിൽ സമർപ്പിച്ച് ചെയ്യുന്നതോടുകൂടി മനസ്സ് മാലിന്യമുക്തമാവുക എന്ന് വെച്ചാൽ എന്താ? ഞാൻ വേണ്ടാത്തതൊന്നും ചിന്തിക്കുന്നില്ലല്ലോ എന്നല്ല എൻ്റെ അർത്ഥം. ചിന്തകളില്ലാത്ത മനസ്സ്, അതാണ് മാലിന്യമുക്തമായ മനസ്സ് എന്ന് പറയുന്നത്. അങ്ങനെ വരുമ്പോൾ ത്രിഗുണങ്ങളിൽ നിന്നൊക്കെ മുക്തമായി എല്ലാം ഒന്നായി കണ്ടുകൊണ്ട് അവൻ ആ ഒരു ഭഗവാന്റെ സ്ഥാനം എന്ന് പറയുന്ന ആ സമനിലയിലുള്ള അവസ്ഥ, സമാനമായ അവസ്ഥയിൽ എത്തി ബ്രഹ്മം എന്താണെന്നും പരമമായ ശാന്തി എന്തെന്നും അനുഭവിച്ചറിയുന്നു. ഇനി ശ്ലോകം 11. ഉദാസീനമിവ അധ്യക്ഷം ദ്രവ്യജ്ഞാനക്രിയാത്മാനാം കൂടസ്ഥം ഇമ ആത്മാനം യഹ വേദ ആപ്നോതി ശോഭനം. ഉദാസീനം, എന്നിട്ട് അത് എങ്ങനെയാണ് ആ ഭഗവാനിൽ സമർപ്പിച്ച കർമ്മം ചെയ്യാന്ന് പറയാൻ കേട്ടാ. ഉദാസീനനെ പോലെ, ഒരു താല്പര്യമില്ല കർമ്മം ചെയ്യാൻ എന്ന ഭാവം മനസ്സിലേട്ടോ, എന്നാൽ കർമ്മത്തിൽ അത് വരരുത്. ആ സങ്കല്പം മനസ്സിൽ വെച്ചുകൊണ്ട് ഇവ ഒരു അധ്യക്ഷം, ഒരു സാക്ഷി, ഒരു അധ്യക്ഷൻ എങ്ങനെയിരിക്കുക? അവിടെ ആ പരിപാടി നടക്കുന്നിടത്ത് എല്ലാ കർമ്മങ്ങളെയും ഇങ്ങനെ നോക്കിയിരിക്കുന്ന ഒരു സാക്ഷിയെ പോലെ ദ്രവ്യജ്ഞാന ക്രിയാത്മാനാം, ശരീരവും മനസ്സും ബുദ്ധിയും ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളെയും ഇങ്ങനെ സാക്ഷിയെ പോലെ നോക്കിയിരിക്കുക. എന്നാൽ ഇതിനോടൊന്നും ഒരു അറ്റാച്ച്മെൻറ്റും ഇല്ല, താല്പര്യവുമില്ലാത്തവനെ പോലെ കൂടസ്ഥം, സ്ഥിരമായിട്ട് ഇമം ആത്മാനം, അങ്ങനെ ഇരിക്കുന്ന ഈ ആത്മാവിനെ യഹ, ആരാണോ വേദ എന്നുവെച്ചാൽ അറിയുന്നത്, വേദ ആപ്നോതി, അറിയുന്നത്, അവൻ ശോഭനം, അവൻ പ്രകാശിക്കുന്നു എന്ന് വെച്ചാൽ അവൻ സ്വയം ആത്മാവ് സ്വയം ജ്യോതിയാണെന്ന് പറഞ്ഞല്ലോ, സ്വയം പ്രകാശിക്കുന്നു. അവനെ പിന്നെ വേറൊരാൾ പ്രകാശിപ്പിക്കേണ്ട ആവശ്യമില്ല എന്ന്. അപ്പോൾ ശരീരവും മനസ്സും ഞാൻ ആത്മാവാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഈ ശരീരവും മനസ്സും ബുദ്ധിയും ചെയ്യുന്ന എല്ലാ കർമ്മങ്ങളെയും ചിന്തകളെ ഒക്കെ ഇങ്ങനെ ഒരു സാക്ഷിയെ പോലെ നോക്കിയിരിക്കുകയാണ് ആത്മാവ്. അതാണ് ആ സാക്ഷിഭാവത്തിൽ നോക്കിയിരുന്ന് ഒരു ഉദാസീനനെ പോലെ സ്ഥിരമായിരിക്കുന്ന ആ ആത്മാവ് ആരാണ്, അതാണ് ഞാൻ എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവൻ സ്വയം പ്രകാശിക്കുന്നു. അവനാണ് യഥാർത്ഥ സംതൃപ്തിയെ, ശാന്തിയെ, സമാധാനത്തെ അനുഭവിച്ചറിഞ്ഞത്. അപ്പോൾ ശരിയായ ശാന്തിയും സമാധാനവും സന്തോഷവും പരമമായ ആനന്ദവും സംതൃപ്തിയും അനുഭവിച്ചറിയണമെങ്കിൽ ഞാൻ പോണം എന്നർത്ഥം. ഞാൻ എന്ന അഹം പോണം എന്നർത്ഥം. അതെന്തുകൊണ്ടാണ് വരുന്നത്? അത് ഈ മായ, അമ്മയുടെ മായയിൽ പെട്ടുകിടക്കുന്നത് കൊണ്ടാണ് അതറിയാത്തത്. അത് മാറണമെങ്കിൽ ആ എല്ലാ എൻ്റേത് എന്ന് വിചാരിക്കുന്നതിനെ മനസ്സുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കൊടുക്കണം. അപ്പം തന്നെ അത് മാറുകയുള്ളൂ. ശ്ലോകം 12. ഭിന്നസ്യ ലിംഗസ്യ ഗുണപ്രവാഹ ദ്രവ്യക്രിയകാരകചേതനാത്മനഃ ദൃഷ്ടാസു സമ്പത്സു വിഭത്സു സൂരയഃ ന വിക്രിയന്തേ മയി ബദ്ധ സൗഹൃദ. ഭിന്നസ്യ, അതായത് ആത്മാവിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്നത് ലിംഗസ്യ, ശരീരം മാത്രമാണ്. ഏത് ശരീരം? സ്ഥൂല ശരീരവും സൂക്ഷ്മ ശരീരവും. അതുകൊണ്ട് തന്നെ ഗുണപ്രവാഹ, ത്രിഗുണങ്ങളെ ബാധിക്കുന്നത് ദ്രവ്യക്രിയാകാരക ചേതനാത്മന. ദ്രവ്യം പഞ്ചഭൂതങ്ങൾ, ക്രിയ എന്ന് വെച്ചാൽ ഇന്ദ്രിയങ്ങൾ, കാരകം ദേവന്മാർ, ചേതന മനസ്സ് ബുദ്ധി എന്നിവയൊക്കെ ഗുണപ്രവാഹ, ഇവയൊക്കെ ത്രിഗുണങ്ങൾ ബാധിക്കുന്നു, ഈ സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും. പക്ഷേ കാരണ ശരീരം, ഇതിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ആത്മാവിനെ മാത്രം ഇതൊന്നും തന്നെ ബാധിക്കുന്നില്ല. എന്നിട്ട് പറയാണ് മയി ബദ്ധ സൗഹൃദ, എന്നിൽ ഞാനാണ് ഏറ്റവും വലിയ സുഹൃത്ത്, ഇനി അതിനപ്പുറം എനിക്ക് വേറെ ഭഗവാനല്ലാതെ വേറൊരു സുഹൃത്തില്ല എന്ന് ചിന്തിക്കുന്ന സൂരയഃ, ശ്രേഷ്ഠന്മാർക്ക് ദൃഷ്ടാസു സമ്പത്സു വിഭത്സു, അവൻ്റെ ജീവിതത്തിൽ സമ്പത്സു എല്ലാ സമ്പത്തും സൗഭാഗ്യങ്ങൾ വന്നാലും വിഭത്സു നാശം വന്നാലും ദൃഷ്ടാസു അതവൻ
അതവനെ ബാധിക്കുന്നില്ല എന്ന്. അതുകൊണ്ട് തന്നെ ന വിക്രിയന്തേ, അത് അവൻ്റെ ഉള്ളിൽ ഒരു മാറ്റവും അതിനനുസരിച്ച് ഓവർ സന്തോഷമോ ദുഃഖമോ ഇങ്ങനെയുള്ള ഒരു വ്യതിയാനങ്ങളും അവൻ്റെ മനസ്സിൽ ഉണ്ടാകുന്നില്ല. കാരണം ഏറ്റവും വലിയ സുഹൃത്ത്, അല്ലെങ്കിൽ ഞാൻ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ഭഗവാനാണ് എൻ്റെ ബദ്ധമിത്രം സുഹൃത്ത് എന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സുഹൃത്ത് എനിക്ക് നല്ലത് തരുമോ ചീത്ത തരുമോ? ഏറ്റവും നല്ല സുഹൃത്ത് എപ്പോഴും എനിക്ക് നല്ലത് മാത്രമേ തരൂ. അത് ചിലപ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളായിരിക്കാം. നമ്മളെ തെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും നല്ല സുഹൃത്താണെങ്കിൽ അവൻ നമ്മളെ തിരുത്തും, അങ്ങനെ ചെയ്യരുത് എന്ന് പറയും അല്ലേ. അപ്പോൾ നല്ല ബുദ്ധിയും വിവേകവും ഉള്ളവരാണെങ്കിൽ അത് മനസ്സിലാക്കി സ്വയം തിരുത്തിയിട്ട് അവർ തിരിച്ചു വരും. അല്ലാത്തവരാണെങ്കിൽ അവിടെ അപ്പോൾ ഈഗോ അടിക്കും. എന്നിട്ട് ഇവനാരായി എന്നെ തിരുത്താൻ, ഇവൻ എന്തിനാ എൻ്റെ ഇഷ്ടത്തിന് എതിര് നിൽക്കുന്നത് എന്ന് പറഞ്ഞ് അവനവൻ്റെ ചിന്തയുടെ പിന്നാലെ പോവും. അതാണ് നാശത്തിന് കാരണം. അപ്പോൾ ഏറ്റവും നല്ല സുഹൃത്താണെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വരുന്നൊരു തെറ്റാണെങ്കിൽ പോലും അവനത് ചൂണ്ടിക്കാണിച്ച് തിരുത്തി തരും അല്ലേ. അപ്പോൾ ഭഗവാന് അതൊരു പക്ഷേ നമ്മുടെ ആഗ്രഹത്തിന് വിപരീതമാണെങ്കിലും നമ്മളത് മനസ്സിലാക്കും, അത് തെറ്റാണ്, അപ്പം ഞാനത് ചെയ്യാൻ പാടില്ല എന്ന്. ഇതുപോലെ ഭഗവാൻ എൻ്റെ ഉറ്റ സുഹൃത്താണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തി അവൻ്റെ ജീവിതത്തിൽ സുഖം വന്നാലും ദുഃഖം വന്നാലും അത് അവനിൽ ഒരു മാറ്റവും വരുത്തില്ല. അവൻ്റെ മനസ്സിന് അതിനനുസരിച്ച് ഭേദചിന്ത, കുറേ സന്തോഷം ദുഃഖം ഇതൊന്നും ഉണ്ടാവില്ല. കാരണം അവൻ തിരിച്ചറിയുന്നു ഭഗവാൻ എനിക്ക് തരുന്നതെല്ലാം എൻ്റെ ശ്രേഷ്ഠതയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അത് ദുഃഖമായി എനിക്ക് തോന്നുന്നത് ഞാൻ ആഗ്രഹിച്ചതിന് വിപരീതമായി നടന്നതുകൊണ്ടാണ് എനിക്ക് ദുഃഖം തോന്നുന്നത്. പക്ഷേ അതാണ് ഇപ്പം സംഭവിക്കേണ്ടത്, അതാണ് പ്രകൃതിയുടെ തീരുമാനമെങ്കിൽ ഞാൻ അതിനോട് മനസ്സാൽ യോജിക്കുന്നു. അതെൻ്റെ ഇഷ്ടത്തിന് വിപരീതമാണെങ്കിലും ഞാൻ ദുഃഖിക്കില്ല എന്ന് തീരുമാനിക്കുമ്പോൾ അവിടെയാണ് ശ്രേഷ്ഠത. മനസ്സിലായോ? അതാണ് പറയുന്നത് അത് അവൻ്റെ മനസ്സിനെ ബാധിക്കില്ല എന്ന്. കാരണം അതാണ് അതിൻ്റെ തൊട്ട് മുന്നത്തെ ശ്ലോകത്തിൽ പറഞ്ഞത്, ആത്മാവിൽ നിന്നും വ്യത്യസ്തമായി നിൽക്കുന്ന ഈ ശരീരവും മനസ്സും അത് രണ്ടും എവിടെയായിരിക്കുന്നത്? സ്ഥൂല ശരീരത്തിലും സൂക്ഷ്മ ശരീരത്തിലും. ഇതാണ് മായയിൽപ്പെട്ടിരിക്കുന്നത്. ഇതിനാണ് ത്രിഗുണങ്ങൾക്കനുസരിച്ച് വ്യതിയാനം ഉണ്ടാവുന്നത്. പക്ഷേ കാരണ ശരീരത്തിലിരിക്കുന്ന ആത്മാവിനെ ഇതൊരിക്കലും ബാധിക്കില്ല. അപ്പം ഞാൻ ആത്മാവാണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ ത്രിഗുണങ്ങളുടെ വ്യതിയാനത്താൽ ഇവിടെ ഉണ്ടാകുന്ന കാര്യങ്ങൾ, ചിന്തകൾ, ആഗ്രഹങ്ങൾ, ചിലപ്പോൾ അത് നടക്കും, ചിലപ്പോൾ നടക്കാതിരിക്കും, ഇതൊക്കെ സംഭവിക്കും. പക്ഷെ ഇതൊന്നും തന്നെ അവനെ ബാധിക്കില്ല. ശ്ലോകം 13. സമ സമാന ഉത്തമ മധ്യമ അധമഃ സുഖേ ച ദുഃഖേ ച ജിതേന്ദ്രിയാശയഃ മയാ ഉപക്ലപ്ത അഖിലലോകസംയുതഃ വിദത്സ്വ വീര അഖിലലോകരക്ഷണം. എന്നിട്ട് ഇത്രയും ഉപദേശം ആത്മാവിനെ കുറിച്ച് പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ പൃഥു മഹാരാജാവിനോട് പറയാണ്, നീ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. സമ, മനസ്സ് സമചിത്തതയോടെ, ഉത്തമ മധ്യമ അധമ, ഈ ലോകത്ത് ഉത്തമന്മാരുണ്ട്, മധ്യമന്മാരുണ്ട്, അധമന്മാരുണ്ട്. അതായത് ശ്രേഷ്ഠമായ രീതിയിൽ ജീവിക്കുന്ന ഉയർന്ന ചിന്താഗതിയുള്ളവരുണ്ട്. ഇനി അത്രയ്ക്ക് ഉയർന്നതല്ല എന്ന തീരെ മോശവുമല്ലാത്ത മധ്യമത്തിലിരിക്കുന്ന ആളുകളുമുണ്ട്, അധമന്മാരായിട്ടുള്ള ആളുകളുമുണ്ട് ഈ ലോകത്തിൽ. എന്നാൽ ഇവർ ഈ 3 വിഭാഗത്തിൽപ്പെട്ടവരെയും സമഹ, തുല്യമായി നീ കാണണമെന്ന്. കണ്ട, ദുഷ്ടന്മാരോട് വെറുപ്പോ നല്ലവരോട് സ്നേഹക്കൂടുതലോ തോന്നണമെന്ന് ഭഗവാൻ പറഞ്ഞില്ല. ഈ ലോകത്ത് ഉത്തമരുണ്ട്, മധ്യമരുണ്ട്, അധമരുണ്ട്. പക്ഷേ ഇവൻ ഉത്തമനാണ്, അവനോട് കൂടുതൽ സ്നേഹം. ഇവൻ മോശക്കാരനാണ്, അധമനാണ്, അവനോട് സ്നേഹമില്ല, വെറുപ്പ്. ഇങ്ങനെ ഒരിക്കലും അതൊരു ഭേദചിന്തയാണ്, അതൊരു ദ്വൈതമാണ്. അത് പാടില്ല. ഏത് വിഭാഗത്തിലുള്ള ആളുകളാണെങ്കിലും അവരെയൊക്കെ നീ സമമായി കാണണം. പിന്നെ സുഖേച്ഛ ദുഃഖേച്ഛ ജിതേന്ദ്രിയാശയ, ജീവിതത്തിൽ നിനക്കുണ്ടാകുന്ന സുഖത്തിലും ദുഃഖത്തിലും നീ ആഗ്രഹിച്ചത് നടന്നാലും നടന്നില്ലെങ്കിലും, ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായാലും, തോറ്റാലും ജയിച്ചാലും, എന്ത് സംഭവിച്ചാലും ജിതേന്ദ്രിയാശയ, ആത്മസംയമനം പാലിക്കുക, മനസ്സിനെ നിയന്ത്രിച്ച് നിർത്തുക, മനസ്സിനെ അതിൻ്റെ പിന്നാലെ പോവാൻ അനുവദിക്കാതെ ജയിക്കുക. മനസ്സിലായോ? അതിൻ്റെ പിന്നാലെ വരുന്ന ചിന്തകളെ ജയിച്ച് മനസ്സിനെ നിയന്ത്രിച്ചിട്ട് അതിനുശേഷം മയാ ഉപക്ലപ്ത, ഞാൻ തീരുമാനിച്ച് നിശ്ചയിച്ച് ക്രമീകരിച്ച് നിന്നിലേക്ക് അയച്ചിട്ടുള്ള അഖില ലോക സംയുത, എല്ലാ ജനങ്ങളാലും സംയുത എന്ന് വെച്ചാൽ സേവിക്കപ്പെട്ട്. അപ്പോൾ നീ ഈ രാജാവായിട്ട് ഇരിക്കുമ്പോൾ നിന്നെ ചുറ്റോറും എത്രയോ പ്രജകളും ജനങ്ങളും മഹർഷിമാരും നിന്നെ സേവിക്കാൻ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ക്രമീകരിച്ച് നിന്നിലേക്ക് അയച്ചത് ഞാനാണെന്ന്. അതാണ് പറഞ്ഞത്, ഞാൻ ക്രമീകരിച്ച് അയച്ച എല്ലാ ജനങ്ങളാലും നീ സേവിക്കപ്പെടുന്നുണ്ട്. അവരുടെയൊക്കെ സേവനം അനുഭവിച്ച് ആ സേവിക്കപ്പെട്ടിട്ട് അഖില ലോക രക്ഷണം, ഈ പ്രപഞ്ചത്തെ, ഈ ലോകത്തെ മുഴുവൻ എല്ലാ ജനങ്ങൾക്കും സംരക്ഷണം നൽകാൻ
വിദത്സ്വത്, അത് നീ നിർവഹിക്കണം എന്ന്. വിദത്സ്വ എന്ന് വെച്ചാൽ അത് നീ നിർവഹിക്കണം വീര, അല്ലയോ ധീരനായവനെ എന്ന് പൃഥുവിന് ഉപദേശവും കൊടുത്തു. അപ്പോൾ ഭൂമിയിൽ ഉത്തമരുണ്ടാവും, അധമരുണ്ടാവും, മധ്യമരുണ്ടാവും. പക്ഷെ അതിൽ വേർതിരിവ് കാണിക്കരുത്. എല്ലാവരെയും സമമായി കാണുക. മനസ്സ് സമചിത്തതയിൽ നിർത്തുക. സുഖത്തിലും ദുഃഖത്തിലും മനസ്സിനെ അതിൻ്റെ പിന്നാലെ പായാൻ അനുവദിക്കാതെ മനസ്സിനെ ജയിക്കുക. നിയന്ത്രിക്കുന്നതിൽ മനസ്സിനെ ജയിക്കുക. ആ ചിന്തകൾ വരുമ്പോൾ സ്വയം മനസ്സിലാക്കുക, എൻ്റെ മനസ്സ് അതിൻ്റെ പിന്നാലെയാണല്ലോ പോണത്, ഇല്ല, ഞാൻ അതിനെ അനുവദിക്കില്ല. എന്നിട്ട് അതിനെ ജയിക്കുക. അതിനെ ജയിച്ചിട്ട് അങ്ങനെ ജീവിച്ചിട്ട് ഞാൻ നിന്നെ സേവിക്കാനായിട്ട് ഞാൻ നിശ്ചയിച്ച് അയച്ചിരിക്കുന്ന എല്ലാ ജനങ്ങളാലും സേവിക്കപ്പെട്ടവനായി ഈ ലോകത്തിൻ്റെ സംരക്ഷകനായി നിന്റെ കർമ്മത്തെ നീ നിർവഹിക്കണമെന്ന് പൃഥുവിനോട് ഭഗവാൻ പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 14. ശ്രേയഃ പ്രജാപാലനം ഏവ രാജ്ഞഃ യത് സാംബരായേ സുഹൃദാത് ഷഷ്ടമംശം ഹർത്താ അന്യതാ ഹൃതപുണ്യപ്രജാനാം അരക്ഷിത കരഹാര അഘം അത്തി. അരക്ഷിത കരഹാര അഘം അത്തി. ശ്രേയ പ്രജാപാലനം ഏവ രാജ്ഞഃ. രാജ്ഞ, അല്ലയോ രാജാവേ, ശ്രേയസ്കരം പ്രജാപാലനമേവ, അങ്ങയ്ക്ക് ശ്രേയസ്കരം പ്രജകളെ സംരക്ഷിക്കലാണ്. മനസ്സിലായോ? ജനങ്ങളെ പരിപാലിച്ച് സംരക്ഷിച്ച് നല്ല രീതിയിൽ ഭരണം നടത്തുന്നതാണ് അങ്ങയ്ക്ക് ശ്രേഷ്ഠകരം. അല്ലാതെ ദേവേന്ദ്രൻ്റെ പിന്നാലെ അവനെ വധിക്കാനുള്ള പ്രതികാരവും കൊണ്ട് നടക്കലല്ല. എന്നിട്ട് പറയാണ് യത്, കാരണം സാംബരായേ എന്ന് വെച്ചാൽ അടുത്തൊരു ജന്മത്തിൽ സുഹൃദാത് ഷഷ്ടമംശം, അങ്ങയുടെ ഈ പ്രജകൾ അങ്ങ് നല്ല രീതിയിലൊരു ഭരണം കാഴ്ചവെക്കുമ്പോൾ ഇവിടെയുള്ള ജനങ്ങളെല്ലാം അങ്ങയെയാണ് മാതൃകയാക്കുക. അപ്പോൾ അവരും അതുപോലെ സജ്ജനങ്ങളായി സത്പ്രവൃത്തികൾ ചെയ്ത് ജീവിക്കുന്നതിൻ്റെ സുഹൃദാത്ത്, ആ സുഹൃതത്തിൻ്റെ ഷഷ്ടമംശം 1/6 ഭാഗം സാംബരായി അടുത്ത ജന്മത്തിൽ അങ്ങേക്ക് അനുഭവിക്കാൻ കിട്ടും. ഇനി അന്യതഃ, ഇനി അങ്ങനെയല്ലെങ്കിൽ ഹൃതപുണ്യ പ്രജാനാം അരക്ഷിത, അതായത് പ്രജാനാം ജനങ്ങൾക്ക് അങ്ങയുടെ ഭരണം കൊണ്ട് അരക്ഷിതാവസ്ഥയാണ് ഉണ്ടാകുന്നതെങ്കിൽ, എന്നിട്ട് കരഹാരെ അവരിൽ നിന്നും ജനങ്ങൾക്കൊരു സുരക്ഷിതത്വവും കൊടുക്കുന്നില്ല, ജനങ്ങളെല്ലാവരും വിഷമിക്കുന്നു. എന്നാൽ കരഹാരെ അവരിൽ നിന്നും വലിയൊരു നികുതി നിർബന്ധിതമായി പിടിച്ചു വലിച്ച് അങ്ങ് വാങ്ങുകയും ചെയ്യുന്നു. കരം പേടിക്കുന്നു, എന്നാൽ ജനങ്ങൾക്ക് തിരിച്ച് യാതൊരു സേവനവും അങ്ങ് ചെയ്യുന്നില്ല. ജനങ്ങളുടെ ജീവിതം അരക്ഷിതാവസ്ഥയിലേക്കാണ് പോകുന്നതെങ്കിൽ അകം അത്തി, അങ്ങ് പാപം ചെയ്തു, തീർച്ചയായും ഹൃതപുണ്യ, അങ്ങയുടെ പുണ്യം അതോടുകൂടി ക്ഷയിച്ചു പോവുകയും ചെയ്യും. മനസ്സിലായ? അപ്പോൾ അങ്ങ് നല്ല രീതിയിൽ ഒരു ഭരണം കാഴ്ചവെക്കൂ, അതാണ് അങ്ങയ്ക്ക് ശ്രേഷ്ഠകരം. അങ്ങ് അങ്ങനെ നല്ല രീതിയിൽ ഭരിച്ചു കഴിഞ്ഞാൽ ഈ ഭൂമിയിലെ ജനങ്ങളൊക്കെ സജ്ജനങ്ങളാവും, അവർ സത്പ്രവൃത്തി ചെയ്യും. ആ സത്പ്രവൃത്തി ചെയ്യുന്നതിൻ്റെ ആ പുണ്യത്തിൻ്റെ 1/6 അംശം അങ്ങേക്കാണ് അടുത്ത ജന്മത്തിൽ അനുഭവിക്കാൻ കിട്ടുക. അതേസമയം അങ്ങ് മോശമായ രീതിയിൽ ജനങ്ങളെ സംരക്ഷിക്കാതെ, നല്ല ജനങ്ങളെ വേണ്ട രീതിയിൽ പരിപാലിക്കാതെ അവരുടെ മേൽ വലിയൊരു നികുതിയും ചുമത്തി അതും പിടിച്ചെടുത്ത് അങ്ങ് അധർമ്മിയായിട്ട് ഭരിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു പാപമായിരിക്കും. അതിൻ്റെ ഫലവും അതോടുകൂടി അങ്ങയുടെ എല്ലാ പുണ്യം ക്ഷയിച്ചു പോവുകയും ചെയ്യുമെന്നും പറഞ്ഞു കൊടുക്കുന്നു. ശ്ലോകം 15. ഏവം ദ്വിജാഗ്ര്യ അനുമത അനുവൃത്ത ധർമ്മപ്രധാനഃ അന്യതമഃ അവിദാ അസ്യ ഹ്രസ്വേന കാലേന ഗൃഹ ഉപയാതാൻ ദൃഷ്ടാസി സിദ്ധാൻ അനുരക്തലോകഃ. ഏവം ദ്വിജ അഗ്ര്യ അനുമത അനുവൃത്ത. ഏവം ഭഗവാൻ പറഞ്ഞു കൊടുക്കുകയാണ് ഇപ്രകാരം ദ്വിജ ബ്രാഹ്മണന്മാരാൽ അദ്വിജാഗ്ര്യ, അതായത് ബ്രാഹ്മണന്മാരാൽ അനുമത അംഗീകരിക്കപ്പെട്ട രീതിയിൽ അനുവൃത്ത അങ്ങയുടെ പൂർവികന്മാർ പിന്തുടർന്നു പോന്നിരുന്ന ധർമ്മപ്രധാന ധാർമ്മിക തത്വങ്ങളെ പിന്തുടർന്നുകൊണ്ട് അന്യതമഃ, അതായത് ഒന്നിനോടും ഈ ഭൂമിയിൽ കാണുന്ന ഒന്നിനോടും മമതയില്ലാതെ അവിദ അസ്യ, എന്നാൽ അസ്യ ഈ ഭൂമിയുടെ അവിദ എന്ന് വെച്ചാൽ സംരക്ഷണം എന്ന കർമ്മം അങ്ങ് നിർവഹിച്ചാൽ ഹ്രസ്വേന കാലേന, അധികം താമസിയാതെ, അധികം വളരെ കുറച്ചു കാലം കൊണ്ട് തന്നെ സിദ്ധാൻ എന്ന് വെച്ചാൽ സിദ്ധന്മാർ, ഗൃഹ ഉപയാതാൻ അങ്ങയുടെ വീട്ടിലേക്ക്
അങ്ങയെ കാണാനെത്തും. ദൃഷ്ടാസി, അങ്ങ് അവരെ തീർച്ചയായും കാണും. അനുരക്ത ലോകഹ എന്ന് വെച്ചാൽ എല്ലാ പ്രജകളുടെയും പ്രീതിയോടും കൂടി, എല്ലാവരുടെയും ഇഷ്ടത്തോടും കൂടി, ബ്രാഹ്മണന്മാരുടെ അനുവാദത്തോടെ അങ്ങയുടെ പൂർവികന്മാർ പാലിച്ചു പോന്നിരുന്ന ആ ധാർമ്മിക തത്വങ്ങളെ പിന്തുടർന്നുകൊണ്ട് ഒന്നിനോടും മമതയില്ലാതെ അങ്ങ് ഈ ഭൂമിയെ നല്ല രീതിയിൽ പ്രജകളെയും ഭൂമിയെയും സംരക്ഷിച്ചാൽ അധികം കാലതാമസമില്ലാതെ അങ്ങയെ തേടി അങ്ങേക്ക് ആ ജ്ഞാനത്തെ ഉപദേശിച്ചു തരാൻ ആ ഗുരുക്കന്മാരുടെ സാന്നിധ്യം അല്ലെങ്കിൽ ആ സിദ്ധന്മാർ അങ്ങയെ തേടി അങ്ങയ്ക്ക് ജ്ഞാനം ഉപദേശിച്ചു തരാൻ അങ്ങയുടെ വീട്ടിലെത്തും. അങ്ങ് അവരെ കാണും, അത് തീർച്ചയാണ് എന്നും ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അപ്പം അങ്ങ് സ്വധർമ്മം അനുഷ്ഠിക്കണം കേട്ടോ. സ്വധർമ്മത്തിൽ നിന്ന് രക്ഷപ്പെട്ട് ഓടിയിട്ട് ഇവിടെ ആർക്കും ഒരു മോക്ഷവും ആത്മസാക്ഷാത്കാരവും ഒരു ആത്മീയതയിലേക്ക് എത്താൻ പറ്റില്ല. അങ്ങയുടെ സ്വധർമ്മം എന്താ? ശ്രേഷ്ഠമായ ആ കർമ്മത്തെ കറക്റ്റായിട്ട് അതിനോട് അറ്റാച്ച്മെൻ്റ് ഇല്ലാതെ എന്നാൽ അത്രയും പെർഫെക്ഷനോടുകൂടി ആ കർമ്മത്തെ അങ്ങ് നിർവഹിക്കുമ്പോൾ തീർച്ചയായിട്ടും ആ കർമ്മം അധികം താമസിയാതെ തന്നെ അങ്ങേക്ക് ഇപ്പോൾ സ്വധർമ്മം പൂർത്തിയാകുന്നതോട് കൂടിയിട്ട് ആത്മസാക്ഷാത്കാരത്തിലേക്കുള്ള വഴി തെളിയാൻ ആ ഗുരുക്കന്മാർ അങ്ങയെ തേടി വരും. അതിനായിട്ട് നമ്മൾ ഒരാളെ തേടി അങ്ങോട്ട് പോകണ്ട, ഒരു ഗുരുവിൻ്റെ പിന്നാലെ ഓടേണ്ട. സമയമാവുമ്പോൾ ആ പ്രകൃതി ഗുരുവിനെ നമ്മുടെ മുന്നിൽ കൊടുന്നു തരുന്നു അറിയില്ലേ, അത് അങ്ങയുടെ മുന്നിൽ ആ ഗുരുക്കന്മാർ സിദ്ധന്മാർ അങ്ങയുടെ വീട്ടിലേക്ക് എത്തും. അങ്ങ് അവരെ കാണുകയും ചെയ്യും. അവരങ്ങേക്ക് ആത്മജ്ഞാനം പറഞ്ഞു തരികയും ഉപദേശിച്ചു തരികയും നൽകുകയും ചെയ്യും എന്ന് പറഞ്ഞു മഹാവിഷ്ണു. അതോടുകൂടിയിട്ട് നമ്മുടെ ഇന്നത്തെ സത്സംഗം കഴിയാണ്. ഇനി ഇതിൻ്റെ ബാക്കി നമുക്ക് തിങ്കളാഴ്ച എടുക്കാം.